നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ജില്ലാതല പ്രവേശനോത്സവം കടക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖല വിപത്ത് നേരിടുന്ന കാലമെന്ന് MLA മുല്ലക്കര രത്നാകരൻ. വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് പുനലൂർ സ്വദേശിയെയും കൂട്ടാളികളെയും പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പ്രതികൾ തിരുപ്പൂർ സ്വദേശികൾ. കടക്കലിലെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ മരുന്നിൽ കുപ്പിച്ചില്ല് കണ്ടെത്തി. 1.5 വയസ്സുകാരിക്ക് മരുന്ന് നൽകുന്നതിന് തൊട്ടു മുമ്പ് കണ്ടെത്തിയതിനാൽ ദുരന്തം ഒഴിവായി. കുളത്തൂപ്പുഴയിൽ സ്കൂൾ പരിസരത്തെ കടയിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പുകയില ഉത്പന്നങ്ങൾ പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. ജില്ലാതല പ്രവേശനോത്സവം കടക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ ആഘോഷങ്ങൾ തുടങ്ങി. സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് ജില്ലാതല പ്രവേശനോത്സവ പരിപാടികൾ തുടങ്ങിയത്. ഈ വാഹനത്തിന് പിന്നാലെയായി കടന്നു വരുന്നത് ഈ ഘോഷയാത്ര സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രമുഖർ ആസക്തി അർപ്പിക്കും. ഈ പ്രവേശനോത്സവം ഒരു ഗാന്ധിജിയുമായി ഈ നാട്ടിലെ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ്, ജൂനിയർ റെഡ് ക്രോസ്, സ്കൌട്ട് തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ അണിനിരന്നു. MLA മുല്ലക്കര രത്നാകരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം S. ആനന്ദകുസുമം, കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലത, പഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പൊതുവിദ്യാഭ്യാസ മേഖല വിപത്തു നേരിടുന്ന കാലമാണിതെന്ന് MLA മുല്ലക്കര രത്നാകരൻ. കടക്കലിൽ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ സ്ഥാപനം പൂട്ടുന്നതിന് അർത്ഥം മതേതര ജനാധിപത്യ സംവിധാനം തകരുന്നു എന്നാണ്. സ്വകാര്യ സ്കൂളുകൾ പലതും ജാതിമത വർഗ്ഗങ്ങളുടെയോ പണത്തിന്റെയോ സ്വാധീനത്തിലാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളും താൽപര്യങ്ങളും ഇത്തരം സ്ഥാപനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. മതേതര ജനാധിപത്യത്തിന്റെ അടിത്തറ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം പൂട്ടുമ്പോൾ അതിന്റെ അർത്ഥം ഒരു മതേതര ജനാധിപത്യ സംവിധാനം പട്ടുപോകുന്നു എന്നാണ്. സ്വകാര്യ എയ്ഡഡ് എന്നൊക്കെ പറയുന്നത് പലതിനും ജാതിമതത്തിന്റെയും വിഭാഗീയതയുടെയും പണത്തിന്റെ സ്വാധീനത്തെക്കാൾ കൂടുതൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത മറ്റു പല ചിന്തകളുടെയും താല്പര്യങ്ങളുടെയും സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഒരു പൊതുസ്ഥാപനം അത് സഹകരണ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനം. അതാണ് കേരളത്തിലെ മതേതര ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയായി നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ CA സന്തോഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ജഗദമ്മ പ്രവേശനോത്സവ സന്ദേശം നൽകി. പുതുമുഖങ്ങൾക്കുള്ള പഠന കിറ്റുകൾ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP സുധീഷ് കുമാർ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ B. ശിവദാസൻ പിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം S. ആനന്ദകുസുമം, കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S. ഗോപകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ദേവയാനിയമ്മ, പഞ്ചായത്ത് അംഗങ്ങളായ S. സന്ധ്യ, C. ലീലാമ്മ, പ്രീജ മുരളി, R. S. ബിജു, PTA പ്രസിഡന്റ് V. സുബ്ബലാൽ, ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് T. ലിസി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള വാതിൽ തുറന്ന് വിദ്യാലയങ്ങൾ. 2 മാസത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിദ്യാലയങ്ങൾ ശബ്ദമുഖരിതമായി. 2 മാസത്തെ അവധി ദിനങ്ങൾക്ക് പര്യവസാനം കുറിച്ച് കളിചിരികൾ കൊണ്ട് വിദ്യാലയമുറ്റങ്ങൾ ശബ്ദമുഖരിതമായി. പുതിയ പുസ്തകക്കെട്ടുകളുമായി വർദ്ധിച്ച ഉത്സാഹത്തോടെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ കൊച്ചുകൂട്ടുകാർ അക്ഷരങ്ങളുടെ പുതിയ ലോകത്തേക്ക് പടിചവിട്ടി. കൊച്ചുകൂട്ടുകാരെ വരവേറ്റുകൊണ്ട് വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവങ്ങൾ ആഘോഷമായി. മഴ മാറി നിന്ന പ്രസന്നമായ അന്തരീക്ഷത്തിലാണ് കൊച്ചുകൂട്ടുകാർ സ്കൂളുകളിലേക്ക് കടന്നുവന്നത്. പുത്തനുടുപ്പും ബാഗും ചെരുപ്പുമണിഞ്ഞ് ഇളം വെയിലിൽ പുത്തൻ കുടയും ചൂടി വന്ന കുട്ടിക്കൂട്ടത്തിന് സ്കൂളുകൾ ഗംഭീര സ്വീകരണമാണ് ഒരുക്കിയത്. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശന
പ്രവേശനോത്സവം ഇളമണ്ണൂർ ഗവൺമെന്റ് LPSൽ നടന്നു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പിറവന്തൂർ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നടന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം നടന്നത് നടുക്കുന്ന ഗവൺമെന്റ് LPSലാണ്. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം കൂടൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. തലവൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം കുര ഗവൺമെന്റ് LPSൽ നടന്നു. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ പ്രവേശനോത്സവം നടന്നത് കുന്നിക്കോട് ഗവൺമെന്റ് LPSലാണ്. പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം നടന്നത് മീനം ഗവൺമെന്റ് LPSലാണ്. മിക്ക സർക്കാർ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളുടെ കുറവ് മൂലം അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുമ്പോഴും അപൂർവം ചില സർക്കാർ വിദ്യാലയങ്ങളിൽ വലിയ തോതിൽ വിദ്യാർത്ഥികൾ പ്രവേശനത്തിനായി കടന്നുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരും പരിസരത്തുമുള്ള വിവിധ സ്കൂളുകൾ പ്രവേശനോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി. റിപ്പോർട്ട്. സെന്റ് കൊരറ്റി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. ബാൻഡുമേളം, NCC, റെഡ് ക്രോസ് എന്നിവയുടെ അകമ്പടിയോടെ നടന്ന വിളംബര ജാഥയിൽ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ, രക്ഷിതാക്കൾ, അധ്യാപകർ, കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിന് PTA പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ ജോൺ ജെ സ്വാഗതം പറഞ്ഞു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു പ്രവേശനോത്സവം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. BPO അജിതകുമാരി പരിസ്ഥിതി വാരാചരണം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മാനേജർ റൈറ്റ് റവറന്റ് ഡോക്ടർ ജോൺസൺ ജോസഫ് വൃക്ഷത്തൈ നടീൽ കർമ്മം നിർവഹിച്ചു. പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ റൊണാൾഡം വർഗീസ് ആശംസകൾ അർപ്പിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം ചടങ്ങിന് മിഴിവേകി. പുസ്തകവും കൊണ്ടുവരൂ ചങ്ങാതികളെ, അക്ഷരമണി മുത്തുകളാൽ കവിത ചമയ്ക്കൂ, നക്ഷത്ര പൊൻവെട്ടം വാരി നിറയ്ക്കൂ, വാരി നിറയ്ക്കൂ, വാരി നിറയ്ക്കൂ. പൊൻചിരി മലർവിരിക്കും പൂത്തുമ്പികളെ, പുസ്തകവും കൊണ്ടുവരൂ ചങ്ങാതികളെ, അക്ഷരമണി മുത്തുകളാൽ കവിത ചമയ്ക്കൂ, നക്ഷത്ര പൊൻവെട്ടം വാരി നിറയ്ക്കൂ, വാരി നിറയ്ക്കൂ, വാരി നിറയ്ക്കൂ. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. മികച്ച അധ്യാപകൻ ചെയ്തു കാണിക്കുന്നു, മഹാനായ അധ്യാപകൻ പ്രചോദിപ്പിക്കുന്നു. ഇപ്പോഴുള്ള അധ്യാപകരെല്ലാം പ്രചോദിപ്പിക്കുകയാണ്. പ്രചോദിപ്പിക്കുന്ന കുട്ടികൾക്ക് പ്രചോദനം, നിങ്ങളത് ചെയ്യൂ. ഇപ്പോൾ അധ്യാപകർ കുട്ടികളുടെ സഹായിയായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതിന്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കുട്ടികൾ തന്നെ ചെയ്യണം. ഹെഡ്മിസ്ട്രസ് P. ലത സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് S. ബാബുരാജ് അധ്യക്ഷനായി. പുനലൂർ CI T. അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പഠിത്തത്തോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റി നിർത്തണം, നമ്മൾ ആരൊക്കെ പറയുന്നതാണ് അനുസരിക്കേണ്ടത്, അച്ഛനമ്മമാരെയും അധ്യാപകരെയും നാം എങ്ങനെ കാണണം, ഇവയെ കുറിച്ചൊക്കെ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ബോധവാന്മാരാകണമെന്നും. മധുരം വിതരണം ചെയ്താണ് പുതിയ കുട്ടികളെ ക്ലാസുകളിലേക്ക് സ്വാഗതം ചെയ്തത്. പുതിയ അധ്യയന വർഷത്തിൽ പ്രീ പ്രൈമറിയിൽ ഒരു ക്ലാസ് കൂടി ആരംഭിച്ചുകൊണ്ടാണ് വെഞ്ചേം LPSന്റെ മുന്നേറ്റം. 1ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുമുണ്ട്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് മധുര വിതരണവും സൌജന്യ യൂണിഫോം വിതരണവും പഠനോപകരണ വിതരണവും നടന്നു. PTA പ്രസിഡന്റ് സജികുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ രാജേന്ദ്രൻപിള്ള സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം S. പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് തോമസ് HSS ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ രക്ഷാകർത്താക്കളെയും കുഞ്ഞുങ്ങളെയും റോസാ പുഷ്പങ്ങളും ബലൂണുകളും നൽകി സ്വീകരിച്ചു. സ്കൂൾ മാനേജർ ജേക്കബ് തോമസും ഡയറക്ടർ VS തോമസും ചേർന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് കുട്ടികളെ എതിരേറ്റത്. അസംബ്ലിയിൽ അക്ഷരദീപം പകർന്നു നൽകി പ്രിൻസിപ്പൽ എലിസബത്ത് ഫിലിപ്സും ഡയറക്ടർ ജിബി ജേക്കബും അക്ഷരമുറ്റത്തേക്ക് കുട്ടികളെ ആനയിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ, മധുര വിതരണം എന്നിവ നടന്നു. ഇക്കഴിഞ്ഞ CBSE +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ആര്യ അഭയദാനന്ദനെ ചടങ്ങിൽ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ആര്യങ്കാവ് ഗവൺമെന്റ് LPSൽ നടന്നു. PTA പ്രസിഡന്റ് G. സജി അധ്യക്ഷനായ യോഗത്തിൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ സുരേഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും പഠിക്കും എന്നുള്ള ഉദ്ദേശം ഞാൻ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 40 കുട്ടികളും 1ാം ക്ലാസ്സിൽ 35 കുട്ടികളുമാണ് പ്രവേശനം നേടിയത്. അധ്യാപകരുടെ നേതൃത്വത്തിൽ നവാഗതരെ മധുരവും ബലൂണുകളും നൽകി സ്വീകരിച്ചു.
പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളും വിതരണം ചെയ്തു. ഹെഡ്മാസ്റ്റർ എൻ രാജേന്ദ്രൻ നായർ, പഞ്ചായത്ത് അംഗം സണ്ണി ജോസഫ്, റോയ് ജോസഫ്, സജിത തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രവേശന ദിനത്തിൽ കടക്കൽ ടൗൺ LPSലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി പുതിയ സ്കൂൾ ബസ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലത ഫ്ളാഗ് ഓഫ് ചെയ്തു. PTAയുടെ നാളുകൾ നീണ്ട ശ്രമത്തിന്റെ ഫലമാണ് പുതിയ സ്കൂൾ ബസ്. PTA പ്രസിഡന്റ് ടി തുളസീധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം RS ബിജു, ഹെഡ്മിസ്ട്രസ് നജ്മ ബിവി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഫ്ളാഗ് ഓഫ് കർമ്മം നടന്നത്. കുട്ടികളുമായി ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം നടന്ന കടക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കായിരുന്നു ആദ്യ യാത്ര. രക്ഷാകർത്താക്കളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പുനലൂർ സ്വദേശിയെയും കൂട്ടാളികളെയും പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുപ്പൂർ സ്വദേശികളാണ് 2 പ്രതികൾ. 3 പ്രതികളെയും റിമാൻഡ് ചെയ്തു. പുനലൂർ കൂനംകുഴി കളരിക്കൽ വീട്ടിൽ അൻഷാദ്, തിരുപ്പൂർ സ്വദേശി അഖിൽ, ശിവകുമാർ എന്നിവരാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ: പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ സഹോദരൻ അൽഷാദ് എന്ന് പറയുന്ന ആളാണ് 1-ാം പ്രതി. ടിയാൻ ഈ കുട്ടിയെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുകയും ഇവർ തമ്മിൽ സ്നേഹിക്കുകയും വിവാഹ വാഗ്ദാനം നൽകി ടിയാൻ്റെ വീട്ടിൽ വെച്ചും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ വീടിൻ്റെ ടെറസിൽ വെച്ചും ഈ കുട്ടിയെ പീഡിപ്പിച്ചു. തുടർന്ന് ഈ 1-ാം പ്രതിയായ അൽഷാദിൻ്റെ സുഹൃത്തായ തിരുപ്പൂരുകാരൻ അഖിൽ എന്ന് പറയുന്ന ആളിന് ഈ പെൺകുട്ടിയുടെ നമ്പർ കൊടുക്കുകയും ഈ പെൺകുട്ടിയെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്നൊരു സന്ദേശം അവന് കൊടുക്കുകയും അവൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ അഖിൽ ഈ കുട്ടിയെ നിരന്തരം ഫോൺ വിളിക്കുകയും താൻ വിവാഹിതനല്ല എന്നും തനിക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളെന്നും പറഞ്ഞ് ഈ കുട്ടിയെ പുനലൂരിൽ നിന്നും തിരുപ്പൂര്, സേലത്തിനടുത്ത് തിരുപ്പൂര് കൊണ്ടുപോവുകയും അവിടെ ഒരു എംബ്രോയിഡറി കടയിൽ കമ്പനി നിർത്തുകയും ചെയ്തു. അവിടെ വെച്ച് അഖിൽ അവൻ്റെ വീട്ടിൽ വെച്ച് ഈ കുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. തുടർന്ന് കമ്പനിയിൽ നിന്നൊരു ദിവസം രാത്രി കുട്ടി അവിടുത്തെ സ്ത്രീകളുമായി പിണങ്ങി തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അഖിലിനെ വിളിച്ച സമയം അഖിൽ ശിവകുമാർ എന്ന് പറയുന്ന അഖിലിൻ്റെ സുഹൃത്തിന് നമ്പർ കൊടുക്കുകയും ആ കുട്ടി അവിടെ പോയി എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കുവാൻ അഖിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവകുമാർ അവൻ്റെ കൂട്ടുകാരനായ ഒരു മൂർത്തിയുടെ, തിരുപ്പൂരുള്ള ഒരു മൂർത്തിയുടെ വീട്ടിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ശിവകുമാർ ഈ കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു. ഈ 3 പ്രതികളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് ഈ പ്രതികളെ റിമാൻഡ് റിപ്പോർട്ട് സഹിതം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടക്കലിലെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങിയ മരുന്നിൽ കുപ്പിച്ചില്ല് കണ്ടെത്തി. 1.5 വയസ്സുകാരിക്ക് മരുന്ന് നൽകുന്നതിന് തൊട്ടുമുൻപ് ഇത് കണ്ടെത്തിയതിനാൽ ദുരന്തം ഒഴിവായി. കടക്കൽ കോട്ടപ്പുറം ശങ്കർ നഗറിൽ മാതാപിതായിൽ സന്തോഷിന്റെ 1.5 വയസ്സുള്ള മകൾ അഭിനവയ്ക്ക് വാങ്ങിയ മരുന്നിലാണ് കുപ്പിച്ചില്ല് കണ്ടെത്തിയത്. വിരശല്യത്തിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കടക്കലിലെ ഒരു സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മരുന്ന് വാങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രി കുഞ്ഞിന് മരുന്ന് നൽകുന്നതിനായി സ്പൂണിലേക്ക് പകർന്നപ്പോഴാണ് കുപ്പിച്ചില്ല് കണ്ടെത്തിയത്. ഒരു നിമിഷം ശ്രദ്ധ പാളിയിരുന്നുവെങ്കിൽ കുട്ടിയുടെ ജീവന് തന്നെ ഭീഷണിയാകുമായിരുന്നുവെന്ന് രക്ഷാകർത്താക്കൾ പറഞ്ഞു. കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഞാൻ കടക്കയിലെ ഒരു പ്രമുഖ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്റെ കൊച്ചിനെ വിലയ്ക്കുള്ള ഒരു മരുന്ന് മേടിച്ചിരുന്നു. അത് ഒരു ഡോസ് കൊടുത്തിരുന്നു. അതിനുശേഷം ഒരു 8ാമത്തെ ദിവസം അടുത്ത ഡോസ് കൊടുക്കാനായിട്ട് മരുന്ന് എടുത്തപ്പോൾ അടപ്പിൽ ഒഴിച്ചപ്പോഴാണ് ഒരു കുപ്പിയോട്, വലിയൊരു കുപ്പിയോട് ഇതിനകത്ത് കണ്ടത്. കമ്പനിയിൽ മരുന്നിന്റെ പാക്കിങ്ങിനിടെ കുപ്പിച്ചില്ല് കടന്നുകൂടിയതാകാം എന്നാണ് നിഗമനം. തലനാരിയുടെ വ്യത്യാസത്തിൽ കുഞ്ഞ് ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ. ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മരുന്ന് കമ്പനികൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നാളെ നേരം മറ്റൊരു ആളുകൾക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യമായി നമ്മൾ മുന്നോട്ട് വന്നത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂണിഫോം വാങ്ങാനുള്ള പണത്തിൽ അഴിമതി നടന്നതായി ആരോപണം. കോൺഗ്രസ് നേതാവും മുൻ വാർഡ് മെമ്പറുമായ PS സ്പെൻസറാണ് അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നത്. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികളിലൂടെ ഫണ്ടുകൾ അനുവദിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വാങ്ങുന്നതിനായി പുന്നല SBTയിൽ നിക്ഷേപിച്ച തുകയിൽ നിന്ന് 30,000 രൂപയുടെ തിരിമറി നടന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. 2014-2015 അധ്യയന വർഷത്തിൽ യൂണിഫോം വാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ യൂണിഫോം വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ 1,54,000 രൂപ കൊടുക്കുകയും അത് പുന്നല SBTയിൽ PTA പ്രസിഡന്റിന്റെയും ഹെഡ് മാസ്റ്റർ ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയുണ്ടായിരുന്നു. ഇതിൽ നിന്നും 7/3/2014 30,000 രൂപ
ജോയിന്റ് അക്കൗണ്ടിൽ വിട്ടുപോയിട്ടുണ്ട്. SMCയുടെയോ PTയുടെയോ തീരുമാനമില്ലാതെ 30,000 രൂപ വിഡ്രോ ചെയ്ത സാഹചര്യം കാണുകയുണ്ടായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പരക്കെ ആക്ഷേപമുണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിയമാനുസരണം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർക്ക് 500 രൂപയിൽ കൂടുതൽ കൈവശം വെക്കാൻ അധികാരമില്ല. പിന്നെ എന്തിനാണ് ഈ 7/3/2014 യൂണിഫോം വാങ്ങേണ്ട പൈസയിൽ നിന്നും 30,000 രൂപ എടുത്തത്? PTA ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന അഴിമതിയെപ്പറ്റി വിജിലൻസ് അന്വേഷിക്കണമെന്ന് PS സ്പെൻസർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യമന്ത്രി സംബന്ധിക്കാത്തതിന്റെ കാരണം അറിയില്ലെന്ന് MLA അഡ്വക്കേറ്റ് കെ രാജു. തനിക്ക് പത്തനാപുരം MLAയുമായുള്ള പിണക്കമാണ് മന്ത്രിയുടെ അസാന്നിധ്യത്തിന് പിന്നിലെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും MLA. പുനലൂർ പത്തനാപുരം MLAമാർ തമ്മിൽ ഉള്ള സൗന്ദര്യപ്പിണക്കം മൂലമാണ് മന്ത്രി വരാഞ്ഞത് എന്നുള്ള നിലയിലുള്ള ഒരു വാർത്തയാണ് ഉണ്ടായത്. പുനലൂർ പത്തനാപുരം MLAമാർ തമ്മിൽ ഒരു സൗന്ദര്യപ്പിണക്കമില്ല എന്ന് മാത്രമല്ല, പുനലൂരിൻ്റെ വികസനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മന്ത്രിയായിരുന്ന പത്തനാപുരം MLA കാണുന്നതിനും അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നതിനും പരമാവധി പരിശ്രമിച്ചിട്ടുള്ള ആളാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യമന്ത്രി VS ശിവകുമാർ പങ്കെടുത്തിരുന്നില്ല. അതിനാൽ ആരോഗ്യമന്ത്രിക്ക് പകരം MP NK പ്രേമചന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പത്തനാപുരം MLAയെ ആശുപത്രി അധികാരികളും സംഘാടകരും നേരിട്ട് ചെന്ന് ക്ഷണിച്ചിരുന്നുവെന്ന് അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് മുനിസിപ്പൽ വൈസ് ചെയർമാനും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും നേരിട്ട് കണ്ട് പത്തനാപുരം MLAയെ ഈ യോഗത്തിൽ ക്ഷണിച്ചു എന്നാണ്. പിന്നെ അദ്ദേഹം വരാതിരുന്നതിന്റെ കാരണം എനിക്ക് അറിയില്ല. മന്ത്രി VS ശിവകുമാർ പങ്കെടുക്കാത്തതിന്റെ കാരണം അറിയില്ല. മന്ത്രി വരാത്തതിന്റെ പരിഭവം അദ്ദേഹത്തെ അറിയിക്കും. പുനലൂർ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയും ഒക്കെ ചേർന്നാണ് എല്ലാവരെയും ക്ഷണിച്ചത്. മന്ത്രിയെ മാത്രമാണ് ഞാൻ നേരിട്ട് വിളിച്ചത്. മന്ത്രി കൃത്യമായിട്ടും വരാമെന്ന് പറഞ്ഞതുമാണ്. എന്നാൽ മന്ത്രി പങ്കെടുത്തില്ല. അതിന്റെ കാര്യത്തെ സംബന്ധിച്ചുള്ള പരാതി മന്ത്രിയെ തന്നെ കണ്ട് ഞാൻ ധരിപ്പിക്കുന്നതാണ്. പത്തനാപുരം താലൂക്ക് പ്രഖ്യാപിച്ച ചടങ്ങിൽ തന്നെ ക്ഷണിച്ചിരുന്നില്ലെന്ന് അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. പത്തനാപുരം താലൂക്ക് വിഭജിച്ച് പത്തനാപുരം എന്നുള്ള പേരിൽ പുതിയ താലൂക്ക് രൂപം കൊള്ളപ്പോൾ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന അത്തരം ഒരു ചടങ്ങിൽ താലൂക്ക് ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എന്നെ വിളിച്ചില്ല എന്നുള്ളൊരു സത്യമാണ്. ഗണേശിന് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ തുടർന്നും അദ്ദേഹത്തെ വിവിധ പരിപാടികളിലേക്ക് ക്ഷണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്നും ഇവിടെ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ വിളിക്കുന്നതിന് എനിക്ക് യാതൊരു വിധമായിട്ടുള്ള, സംഘാടകർക്ക് ഇഷ്ടമാണെങ്കിൽ വിളിക്കുന്നതിന് യാതൊരു വിധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എനിക്കില്ല എന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴയിൽ സ്കൂൾ പരിസരത്തെ കടയിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. കടയുടമയ്ക്കെതിരെ കേസെടുത്തു. പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കുളത്തൂപ്പുഴയിൽ സ്കൂൾ പരിസരത്തെ വ്യാപാര സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 900 പാക്കറ്റ് സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. പച്ചയിൽക്കട സെന്റ് മേരി സ്കൂളിന്റെ സമീപത്തെ കടയിൽ നിന്നാണ് ഇവ പിടികൂടിയത്. കുളത്തൂപ്പുഴ SI S സുധീഷ് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സ്കൂൾ പരിസരത്തെ പുകയില ഉത്പന്ന വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് SI സുധീഷ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. സ്കൂളുകളുടെ മുൻവശമുള്ള കടകളിലും മറ്റും പാൻ മസാല, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ശക്തമായ റെയ്ഡ് നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് സെന്റ് മേരീസ് പച്ചക്കട സെന്റ് മേരീസ് സ്കൂളിന്റെ മുൻവശമുള്ള രാജേന്ദ്രൻ എന്നുള്ള കടയിൽ റെയ്ഡ് നടത്തുകയും 900 പാക്കറ്റോളം സിഗരറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. രാജേന്ദ്രനെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങൾ 6-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ശക്തമായ റെയ്ഡ് സ്കൂൾ പരിസരങ്ങളിലുള്ള പാൻ മസാല, പുകയില ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ശക്തമായ റെയ്ഡ് തുടരുന്നതാണ്. കടയുടമ രാജേന്ദ്രനെതിരെ കേസെടുത്തു. ഗ്രേഡ് SI രാജൻപിള്ള, ASI സുബീർ, സിവിൽ പോലീസ് ഓഫീസർ മനോജ്, ഹോംഗാർഡ് ഹരികുമാർ എന്നിവരുടെ സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഇളമ്പൽ കൊട്ടാരം ആയിരവലി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ സമാപനം കുറിച്ച് അവഭൃത സ്നാന ഘോഷയാത്ര നടന്നു. ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഇളമ്പൽ ജംഗ്ഷൻ ചുറ്റി തിരികെ എത്തി കൊട്ടാരം ക്ഷേത്രകുളത്തിൽ ആറാട്ട് നടത്തി.
ഹരേ രാമ ഹരേ രാമ രാമ ഹരേ. ക്ഷേത്രത്തിൽ നടന്നുവന്ന യജ്ഞത്തിന് ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ ശ്രീമദ് പ്രകാശാനന്ദ സ്വാമികൾ മുഖ്യ കാർമ്മികത്വവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ആലപ്പുഴ ബാബുരാജ്, കല്ലട ബിജു, രാമപുരം അനിൽ എന്നിവർ യജ്ഞപൌരാണികരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിൽ IT മേഖലയിൽ സമ്പൂർണ്ണ വിൽപ്പനയും സേവനവുമായി അറേബ്യൻ സ്കൈ എന്ന പേരിൽ സ്ഥാപനം തുറന്നു. ചലച്ചിത്ര നടി മിത്ര കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് അറേബ്യൻ സ്കൈ പ്രവർത്തനം ആരംഭിച്ചത്. വർണ്ണാഭമായ ചടങ്ങിൽ നടി മിത്ര കുര്യൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. MLA അഡ്വക്കേറ്റ് കെ രാജു, നഗരസഭാധ്യക്ഷ രാധാമണി വിജയാനന്ദ്, വൈസ് ചെയർമാൻ S ബിജു, സംവിധായകൻ MA നിഷാദ്, നഗരസഭാ മുൻ ചെയർമാൻ MA രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവയടക്കം IT മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്പന്നങ്ങളുടെയും വിൽപ്പനയും വിൽപ്പനാനന്തര സേവനവുമാണ് അറേബ്യൻ സ്കൈ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലാതല പ്രവേശനോത്സവം കടക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖല വിപത്തു നേരിടുന്ന കാലമെന്ന് MLA മുല്ലക്കര രത്നാകരൻ. വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പുനലൂർ സ്വദേശിയെയും കൂട്ടാളികളെയും പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പ്രതികൾ തിരുപ്പൂർ സ്വദേശികൾ. കടക്കലിലെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ മരുന്നിൽ കുപ്പിച്ചില്ല് കണ്ടെത്തി. 1.5 വയസ്സുകാരിക്ക് മരുന്ന് നൽകുന്നതിന് തൊട്ടു മുമ്പ് കണ്ടെത്തിയതിനാൽ ദുരന്തം ഒഴിവായി. കുളത്തൂപ്പുഴയിൽ സ്കൂൾ പരിസരത്തെ കടയിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പുകയില ഉത്പന്നങ്ങൾ പിടിച്ചെടുത്തു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.